ഹലോ, ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു പാനൽ കട്ട് സ്കേർട്ടാണ് കേട്ടോ. ഒരു കുട്ടിയുടെ സ്കേർട്ടാണ്. ലെങ്ത്ത് 20 ഇഞ്ച് മതി. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രൊക്കേഡാണ്. 44 ഇഞ്ച് വിടുത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 20 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 പീസായിട്ട് മുറിച്ച് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞ് ദേ പാനൽ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 8 പീസ് കിട്ടും. അങ്ങനെ 2 പീസിൽ നിന്നും കൂടി ഒരു 16 പീസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇത്രയും പീസില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ മാക്സിമം ഇതിലങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ അതേ രണ്ടാമത്തെ പീസിലും ഇതേപോലെ പാനൽ മാർക്ക് ചെയ്തു, നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ടോട്ടൽ 16 പീസിൻ്റെ ഒരു പാനൽ കട്ട് സ്കേർട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പീസൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ 16 നമുക്ക് കിട്ടി. പിന്നെ അതേ ലൈനിങ് ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഞാനിവിടെ എ ലൈനായിട്ട് തന്നെയാണ് ലൈനിങ് ചെയ്യുന്നത്. പാനൽ പോലെയൊന്നുമല്ല, ജസ്റ്റ് ഒരു എ ലൈനായിട്ടുള്ള എ ലൈൻ സ്കേർട്ട് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് ഈ സ്റ്റിച്ചിങ്ങിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഓരോ പീസും നമ്മൾ ജോയിൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പീസും ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിതൊരു സ്കേർട്ടായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നന്നായിട്ട് ഫ്ലെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്